എല്ലാവർക്കും ഫിറ്റ്നസ് ഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രിൽ ചിക്കൻ്റെ വീഡിയോ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയോട് കൂടിയിട്ടുള്ള ഈ ഗ്രിൽ ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു ഫുൾ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്കിന്നൊന്നും കളയാതെ തന്നെ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ഒരുവിധം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കണം. എല്ലാ സ്ഥലത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ മസാലയൊക്കെ തയ്യാറാക്കിയ മസാല അതിൻ്റെ മുകളിലേക്ക് പുരട്ടി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർക്ക് വെച്ച് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഒരുവിധം എല്ലാ സ്ഥലത്തും ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുരട്ടാനുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഒരു 3-4 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. കുറച്ച് വിനാഗിരി ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പ്, വിനാഗിരി അതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ്റെ പുറത്ത് പുരട്ടാനുള്ള മസാല ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും, പുറമേയുള്ള എല്ലാ ഭാഗത്തും ഈ മസാല തേച്ച് പിടിപ്പിക്കണം. മസാല ചിക്കന് എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ പിടിപ്പിച്ചെടുക്കണം. സ്കിന്നൊക്കെ മാറ്റി സ്കിന്നിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് മസാല പുരട്ടി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഒന്ന് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ മസാല നല്ലോണം പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് വേറൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് പുതിനയില, 4-5 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഈ പേസ്റ്റാണ് നമുക്ക് ആ ചിക്കൻ്റെ ഉൾവശത്ത് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വീണ്ടും 2 ഗ്രാമ്പും പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ശേഷം ഈ മസാല നമുക്ക് ചിക്കൻ്റെ ഉൾവശത്ത് തേച്ച് നല്ലവണ്ണം പിടിപ്പിച്ചെടുക്കണം. തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മസാല നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചേർത്ത് പിടിപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ചിക്കനെ ഒന്ന് തുന്നിക്കെട്ടണം. ഒരു നൂല് വെച്ച് തുന്നിക്കെട്ടി കൊടുക്കുന്നില്ല എങ്കിലാണെങ്കിൽ ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും ഓരോരോ ഹോൾ വെച്ചിട്ട് 2 സൈഡിലേക്കും ചിക്കൻ്റെ കാല് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ലോക്കായിട്ട് അവിടെ കിടക്കും. ശേഷം ഈ ചിക്കനെ നമുക്ക് ഓവനിലേക്ക് മാറ്റാം. ഒരു 250 ഡിഗ്രിയിൽ ഒരു 1 അവറിൻ്റെ അടുത്ത്, 1 അവർ മാക്സിമം, അതങ്ങനെ നമുക്കിത് ഓവനിൽ ഗ്രില്ല് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മസാലയൊക്കെ നമുക്ക് കുബൂസും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ചിക്കനെ 4ആക്കി ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല മസാല ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നല്ലവണ്ണം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി കുബൂസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.